എനിക്ക് ഷായിട്ടുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ കേട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ കുമ്പളങ്ങ കണ്ടോ. പോവാ നമ്മുടെ കുട്ടികൾ വാ, എല്ലാവരും വാ. പക്ഷെ ഷായിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. കല്യാണം നമ്മൾ മുന്നേ കപ്പലണ്ടി നട്ടിട്ടേ അതിൻ്റെ മണികൾ വീണിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. നമുക്ക് കുറച്ച് വെണ്ടക്കായ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാലത്തെ കഞ്ഞിക്ക് വെണ്ടക്കായ ആക്കാന്ന് വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടാ. പിന്നെ ഷായിട്ടിന് അവിടെ കളിയും കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ പറമ്പിൽ. പേളിക്കുട്ടി വേണ്ട ഷായിട്ടിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കണേ. നമ്മുടെ പറമ്പിലേക്ക് വരാൻ എത്ര ഇഷ്ടം അവൾക്ക്. പുല്ല് ഷായിട്ട് ഒരു ഭാഗത്ത് ചെത്തും, അപ്പോഴേക്ക് വേറൊരു ഭാഗത്ത് വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് കൂർക്കത്തല നടാനായിട്ടുള്ള തടനിട്ട് ഷായിട്ട് ശരിയാക്കണേ. നമ്മൾ അവിടുത്തെ പറമ്പിൽ കൂർക്കത്തല നട്ടിട്ടുണ്ട് നേരത്തോടെ, ഈ പറമ്പിൽ നട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്കുള്ളതാണ് ഇപ്പോൾ ഇനി നമ്മൾ നടാൻ പോണത്. നല്ല ഭംഗി ആകാശം കാണാൻ. നമ്മുടെ ചതുരപ്പയർ കേട്ടാ. ചതുരപ്പയറുമ്പോൾ നോക്കിയാൽ നിറച്ച് പൂവായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ ഇതായിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ ഇതൊക്കെ നോക്കിയാൽ നിറച്ച് പൂവായി തുടങ്ങി. മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായി പിടിച്ച് കിട്ടിയിട്ടാ. പിന്നെ ഇത് നമ്മുടെ നിത്യവൈദ്യലിംഗം നോക്കിയേ കായ ഉണ്ടാവണേ കണ്ടാ. നിറച്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഉണ്ടായി തുടങ്ങും. പിന്നെ അത് മാത്രമല്ലായിട്ട് ഞാൻ ചതുരപ്പയർ ഒരെണ്ണം കാണാണ്ട് നിന്നു. ഇതേ അയ്യോ ഇത് മൂത്തുപോയി. ഇപ്പോൾ ചതുരപ്പയർ പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഇതേ നമുക്ക് ശ്രദ്ധിച്ച് നോക്കണം. ചതുരപ്പയറുമ്പോൾ ഞാൻ മുന്നേ ഒരെണ്ണം കാട്ടിയെന്നില്ല ഇതേ ഇവിടെ. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ചതുരപ്പയർ ആയി തുടങ്ങി, നിത്യവൈദ്യനിക ആയി തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് എന്നിട്ടാന്ന് പറയുമ്പോൾ കുഴപ്പമെന്ന് നോക്കിയാൽ എല്ലാം ചൂടുണ്ടോക്കണം നമ്മുടെ വെണ്ടയുടെ. അത് ഈ മഴയാകുമ്പോഴേ നമ്മൾ കവച്ച് തെളിച്ച് കൊടുക്കും. പക്ഷെ കവച്ച് തെളിച്ചിട്ടും നമ്മൾ കവച്ച് തെളിച്ച് കൊടുക്കുക, അതിൻ്റെ പിന്നാലെ മഴ പെയ്യുക. അപ്പോൾ ഒരു ഗുണമില്ല. മറ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവച്ച് തെളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോണില്ലല്ലോ. നമ്മൾ നനയ്ക്കുമ്പോഴേലും അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ടല്ല നനയ്ക്കാറ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ഇല ചുരുളിച്ച് വന്നിട്ടുള്ളത്. അത് മഴക്കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട്. കണ്ട എല്ലാ കടമയും നോക്കിയേ നന്നായിട്ട് വെണ്ടക്കായ ഉണ്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇന്നാളെന്ന് പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ കടക്കലത്തെ പുല്ലൊക്കെ ചെത്തിയെടുത്തത്. നമുക്ക് വന്നിട്ട് ദിവസം പുല്ല് വലിക്കാൻ പറ്റണില്ല. ഈ മഴ ഇങ്ങനെ ചാറി നിൽക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ പുല്ലില്ലാണ്ട് നോക്കായിരുന്നു. ഞാൻ വരുന്നു കുറച്ച് പുല്ല് വലിക്കണം എപ്പോഴെങ്കിലും വന്നിട്ട്, മഴയില്ലാത്തൊരു സമയം നോക്കി. നോക്കിയേ എത്ര വെണ്ടക്കായ നമ്മൾ പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വേഗം രാവിലത്തെ കഞ്ഞിക്ക് ഞാനിപ്പോൾ തന്നെ ഇത് നമ്മുടെ വെണ്ടക്കായുള്ള ബെരുക്ക് കുട്ടി ഉണ്ടാക്കണത്. എന്നിട്ടിപ്പോൾ ഷായിട്ട് അടുത്ത് ഇങ്ങോട്ട് വരും വേണം അത് കഴിഞ്ഞിട്ട്. ഞാനപ്പോൾ ഇതാ വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെ കേട്ടോ. അതായത് നമ്മുടെ വെറുതെ ഉള്ളി കുറച്ച് വേപ്പില കുത്തിപ്പൊടി മുളക് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് നന്നായി ചതച്ചിട്ടാണ് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതൊക്കെ ഇട്ട് ഇതാ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ട് ചെയ്യണത്. ഇതേപോലെ നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇതാ നല്ലൊരു മൂത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതാ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായ ഞാൻ കനം കുറച്ച് വട്ടത്തിലാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്.
ഞാനിതിലേക്ക് തിരുവോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുക്കണുള്ളൂട്ടെ, കാരണം നമുക്കറിയാം വെണ്ടക്കായ വാടി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ, അത് കാരണം. പിന്നെ പലരും പറയും വെണ്ടക്കായൊക്കെ കറി വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നു. അത് നമ്മൾ വെണ്ടക്കായ നുറുക്കണേക്കാൾ മുന്നേ കഴുകി വെള്ളമൊക്കെ നന്നായി വാറ്റിയെടുത്തിട്ട് വേണം കേട്ടോ അരിയാനായിട്ട്. എന്നിട്ട് മൂടി വയ്ക്കേണ്ട, ഇങ്ങനെ തുറന്ന് വെച്ച് തീ കുറവിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ വെണ്ടക്കായ കുഴയാതെ നമുക്ക് കിട്ടും കേട്ടോ. നോക്കിയപ്പോൾ നോക്കിയാൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ട് കണ്ട ഒലർന്നിരിക്കുന്ന വേണ്ട, ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടാ ഇങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ദാ ഓഫ് ചെയ്തു. പിന്നെ എനിക്ക് ഇന്നലത്തെ മീൻ കറി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ഷായേട്ടൻ്റെ ഇങ്ങനെ ഇതുമ്പോൾ കഴിഞ്ഞോളൂ. എനിക്ക് ഷായേട്ടനുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ, സാരിയാണ്. പക്ഷേ ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ഗിഫ്റ്റ് തന്നെ പറയാം. കാരണം അതെന്താണെന്നറിയോ, എനിക്ക് നമ്മുടെ ഓണൊക്കെ ആയിട്ട് എനിക്ക് കസിൻ്റെ അവിടെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ സാരി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഞാൻ പിന്നെ വേണ്ട. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം, പെങ്ങളുടെ മോൻ്റെ കല്യാണമൊക്കെ ആയിട്ട് സാരി എടുത്തിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറൊരു സാരി ആഗ്രഹം ഉണ്ടെങ്കിലും വേണ്ട അല്ലേ എന്ന് ഞാൻ ഷായിട്ടോട് ഇങ്ങനെ പറയുന്നുണ്ട്. സാരി എടുക്കണ്ട, ഇതുണ്ടല്ലോ നല്ലത്. പക്ഷേ എന്നെ മനസ്സിലാക്കിയത് കൊണ്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് ഷായിട്ട് സാരി എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ വേണ്ട തന്നെ പറയുള്ളൂ. കാരണം ഇത് മതി എന്നുള്ളതിൽ. പിന്നെ നമുക്കാണെങ്കിൽ ഒരു സ്വഭാവം ഉണ്ട്, ഒരു സ്ഥലത്തേക്ക് കൊടുത്ത സാരി അടുത്ത സ്ഥലത്തേക്ക് എന്നുള്ളത്. അപ്പോൾ അപ്പോൾ ഇവിടെ കൊടുത്ത സാരി ഇവിടുത്തെ കല്യാണമൊക്കെ ആയപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നൊരു കല്യാണം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മടി ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ വേണ്ട, നല്ല സാരി കയ്യിലുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഷായിട്ടിനെ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ ഷായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് മേടിച്ച് തന്നു. പക്ഷേ ഷായിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കങ്ങനെ ഇടയ്ക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരാറുണ്ട്. പക്ഷെ മക്കളൊക്കെ അതിന് ശേഷം അങ്ങനെ ഒരു ഗിഫ്റ്റ് എന്നോട് പറയാതെ ഷായിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ആഗ്രഹിച്ചിരുന്നൊരു സാരി വേണമെന്ന്. ആ സമയത്ത് കിട്ടിയപ്പോൾ ആ ഗിഫ്റ്റിന് പറയാൻ പറ്റില്ല, എനിക്ക് അത്രയും സന്തോഷമൊക്കെ തോന്നിയിട്ടാണ്. അപ്പോൾ സാരി ഞാൻ കാട്ടിത്തരാം. ഇതാണ് കേട്ടോ സാരി. നല്ല ഭംഗിയില്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. സാരി ഇഷ്ടമായിങ്ങ് ഇത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് വരുന്നത് ഫുള്ള്. അപ്പോൾ നമ്മൾ നിവൃത്താണെങ്കിലും കേട്ടോ, ഇത് ഒരു ടിഷ്യൂ ടൈപ്പിൽ പെട്ട സാരി കേട്ടോ. ബ്ലൗസൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾക്കൊക്കെ പോവാം. നമുക്കുണ്ടല്ലോ കുറച്ച് പൈനാപ്പിളും അതേപോലെ തന്നെ വഴുതിനൊക്കെ പൊട്ടിക്കാണ്ടിട്ടാ. ഇപ്പോഴും അതേട്ടാ, മഴ പെയ്തിട്ട് നമ്മുടെ പറമ്പിൽ ഇപ്പോഴും ചളിപ്പുളിയായിട്ട് നിൽക്കണേ. ഞാൻ ഒരു വേപ്പ് കാട്ടിയിരുന്നിരുന്നില്ലേ ആദ്യം. നമുക്ക് വേപ്പ് നന്നായിട്ടുണ്ടാവും. ഈ ഒരു വേപ്പ് ഞാൻ തൂപ്പോണ്ട് നിൽക്കുന്നത് കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ ആ വേപ്പുമ്പോൾ തലയൊക്കെ ഇതാ കൊഴിഞ്ഞു. അതായത് ഒന്നൂറ് പിടിച്ചു, പക്ഷെ അവർ പൊടിക്കൂട്ടാ, നശിച്ചു പോവില്ല. പക്ഷെ അതിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയി ആ ഒരു പിടിക്കണേലേ. പിന്നെ ചളിപ്പുളി പോലെ കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ കണ്ടോ, ഇതേപോലെ ആയിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ നടക്കാനുള്ള ആ ഒരു വഴിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളൊക്കെ ഇറങ്ങിയിട്ടിട്ട് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് പറമ്പിലേ. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ കളയ്ക്കുമ്പോൾ പോലും ചായട്ടിന് കളിക്കാൻ പറ്റില്ല. ഈ കൈ കൊട്ടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് രണ്ട് മണ്ണ് പിടിക്കും. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഒന്നിന്ന് തുടങ്ങണം നമ്മൾ. അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പൈനാപ്പിളും വഴുതിനിങ്ങ് പൊട്ടിക്കാണ്ട് അത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ആ കുട്ടിപ്പട്ടാളങ്ങൾ നോക്കിയാൽ ഇവിടെ കിടന്ന് എന്നിട്ടാണ്ടെ കണ്ടേ മാന്തി പൊളിക്കണ്ടല്ലോ മറഡോണ. നെയ്മർ കൂട്ടം എന്തൊക്കെ ഇല കടിച്ചു തിന്നല്ലേ. ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ പറമ്പിൽ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ പൈനാപ്പിളിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ. നമുക്ക് പൈനാപ്പിൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് മേടിക്കേണ്ടേ വരില്ല, കൂടുതൽ കിട്ടുന്ന. ഇതാ ഇപ്പോൾ 2 പൈനാപ്പിൾ ഇവിടെയും 1 പൈനാപ്പിൾ അവിടെ നിന്ന് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ മുറ, അല്ലെങ്കിൽ കുട്ടിപ്പട്ടാളങ്ങൾ വന്ന് അത് പിടിച്ച് വലിക്കുന്നേ. ഇത് ഇത്തിരി പഴുപ്പ് കുറവാണ്, അതല്ലേ ഞാൻ എടുക്കുന്നുണ്ട് പൊട്ടിച്ച്. കൈമേ മുള്ളു കുത്താണ്ടെടുക്കണേ. എൻ്റെ കുട്ടികൾക്ക് ചെത്തി തരുന്നുണ്ട് കേട്ടാ.
ഇങ്ങനെ ഇതെന്താ മറഡോണ? ഇനി അവിടെ ഒരെണ്ണുണ്ട്, അതുകൊണ്ട് പൊട്ടിക്കാം. അല്ല തട്ടിയിടല്ലേ കേട്ടാ, അമ്മേനെ തട്ടിയിടരുത്, മേല് കയറരുത് കേട്ടാ. നടക്ക്. ഇതാണ് അടുത്ത പൈനാപ്പിൾ. കുട്ടിപ്പെട്ടാലൊന്ന് നീങ്ങിന്നേടാ, എനിക്ക് മുറം വയ്ക്കാൻ. ഇത് മുള്ളുണ്ടടാ, നിങ്ങളുടെ മേൽ കൊള്ളൂടാ. എവിടെ? എനിക്കൊന്നും ഒരു വിഷയമല്ല അതൊന്നും. ഓക്കെ, നീങ്ങ. മാറഡോണയാണ് ഏറ്റവും കൂടുതൽ ചുറ്റിപ്പറ്റി നടക്കുക. പിന്നുള്ളവരൊക്കെ ഇങ്ങനെ ഓടി ഓടി നടക്കും. ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ ഞാൻ ഈ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അവർ. അപ്പോൾ നോക്കിക്കണ്ടോ, 3 പൈനാപ്പിൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങ. നമ്മുടെ ഈ വഴുതനങ്ങ ഓർമ്മയില്ല, ഇത് നോക്കിയാൽ നാശമായി പോയി. നല്ല എന്താ പറയുക, ഒരു 1-1.5 അടി നീളം വരുന്ന സൈസ് വഴുതനങ്ങ എഴുന്നൂട്ടത്. ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണമൊന്നുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ നിന്ന് പൊടിച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തുന്നുണ്ട്. കണ്ടോ, നോക്കി നീളമുള്ള ഒരെണ്ണം നോക്കി പഴുത്ത് നിൽക്കണേ. ഞാനാണെങ്കിൽ ഇതിൻ്റെ കടക്കിലത്തെ പുല്ല് വരെ വലിക്കാണ്ട് നിർത്തി. കട ഇളകിയിട്ട് ഇനി അങ്ങനെ ചീഞ്ഞ് പോകണ്ടെന്ന് വെച്ചിട്ട് എന്നിട്ടും പോയി ആ വെള്ളം നിന്നേൽ. അവിടെ ഉണ്ടായിട്ട് നമുക്ക് കുറച്ച് വഴുതനങ്ങ, അത് പൊട്ടിച്ചെടുക്കാം. അവിടെ ഉള്ളതിൽ കുഴപ്പമില്ല. നോക്കിയേ, ഇതുമ്മേ നമ്മുടെ മറ്റേ കറുപ്പ് വഴുതനങ്ങ, അതേപോലെ തന്നെ നമ്മുടെ ഈ പച്ച വഴുതനങ്ങ, പച്ചയും വയലറ്റും കൂടിയിട്ടുള്ള ഷെയ്ഡ് കൂടിയ വഴുതനങ്ങ, ഇതുമേക്ക് നിറച്ച് കായകളുണ്ട് കേട്ടോ. പച്ച വഴുതനങ്ങ ഉണ്ടായതൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഒരു 3 തരം വഴുതനങ്ങ കേട്ടോ നമ്മൾ ഇന്ന് പൊട്ടിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കുമ്പളങ്ങ ഉണ്ടായി കാട്ടിയരാട്ടാ. അന്ന് ഞാൻ കാട്ടി തന്നില്ല. കുമ്പളങ്ങ നോക്കി നന്നായി വലുതായി. ഞാൻ അധികം വലുതാവില്ല എന്നല്ല വിചാരിച്ചേ. അച്ചുടാ, എങ്ങനെ അപ്പുറത്ത് പെട്ടത്? കരയണ്ട നീ അപ്പുറമാ. ഫ്ലൈറ്റിന് മോൻ അപ്പുറമാ. അപ്പുറമാട്ടോ ഫ്ലൈറ്റിന് കൂട്ടാ. ഫ്ലൈറ്റിന് അപ്പുറമാ. ഫ്ലൈറ്റിന് കൂട്ടാൻ എങ്ങനെയോ ഇതിനുള്ളിൽ പെട്ടു. ഇതിപ്പോൾ ഇവിടെ കരയായിരിക്കുക. അവൻ അപ്പുറം വഴി അറിയാട്ടാ. പക്ഷെ ഇവിടെ നിന്ന് കരയാ. ഞാൻ ഈ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറമാട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ കുമ്പളങ്ങ കണ്ടോ. ഇതും ഒരു 5-10 കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ചെറുത് അധികം വലുതാവില്ല എന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇതാ നന്നായി വലുതായി. ഇപ്പം നോക്കിയത് ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ഈ ഷീറ്റ് അടിച്ചതിൻ്റെ മുകളിലായിട്ടൊക്കെ എടുക്കണേ. പിന്നെ അവളുടെ അറ്റത്തും അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടാ. ഇതിന് അറ്റത്ത് നോക്കി ആ തിണ്ടത്തൊക്കെ ഇരിക്കണം. അപ്പം ഇനി വലുതാവോ നോക്കട്ടെ. എന്തായാലും ഈ വാട്ടം പൊട്ടിക്കണില്ല. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. കുട്ടിപ്പാട്ടാളങ്ങളെ വിളിച്ച് കയറ്റണം. വായ കുട്ടിപ്പാട്ടാളങ്ങൾ വാ, ഓടി വാടാ, പോവാ നമുക്ക്. വാ, ഓടി വാ, വാ എല്ലാവരും വാ, വാ വാ വാ, ഓടി വാ, പോവാ എല്ലാവരും വാ. നടക്ക്. ഫ്ലൈറ്റിന് ഞങ്ങൾ വരുന്ന, നീ കരയണ്ട.
വാ പോവാ നമ്മുടെ കുട്ടികൾ വാ എല്ലാവരും വാ നടക്ക് നടക്ക് അമ്മേനെ നടത്ത് വാ ഓടി വാ വയ്യ അങ്ങനെ ഗുഡ് ബോയ്സ് ഗുഡ് കല്യാണിക്കുട്ടി നല്ല മക്കൾ കേട്ടോ അവിടെ ഇരിക്കും കല്യാണിക്കുട്ടി പിന്നെ ഒതുങ്ങിയിരിക്കുന്ന മോളെ അറിഞ്ഞു കൊടുക്കണം അവൾക്ക് റൊണാൾഡോ മോനും പിന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ ഫ്ലൈറ്റിന് മോനെ എന്താ പണിങ്ങിയിരിക്കണേ മേടിക്ക് ഫ്ലൈറ്റിന് മേടിക്ക് ആ തരും തരും മേല് കയറാണ്ട് നിൽക്കണം ഇന്നടാ 1-2 പേരുണ്ടല്ലോ നല്ല കുട്ടികളാ അവർക്കറിയാം കിട്ടുന്നു അപ്പോൾ അതനുസരിച്ച് നിൽക്കും ഇപ്പോൾ ആരൊക്കെ കാര്യം അന്വേഷിക്കാൻ പോയല്ലോ നമുക്ക് കൂർക്കത്തല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചന്ദ്രികേച്ചി തന്നാട്ടാ ചന്ദ്രികേച്ചി കൂർക്കത്തലേക്ക് നട്ടിട്ട് തലനുള്ളി നടാൻ വേണ്ടിയിട്ട് നമ്മൾ നടും എന്നിട്ട് തലനുള്ളി നടേണ്ട സമയത്തിലേ ചേച്ചിക്ക് തീരെ വയ്യ കാലുവേദന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് തെറ്റേന്ന് ചോദിച്ചിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ആയിട്ടത് മേടിക്കാൻ പോയതാ അപ്പോൾ നമുക്ക് നടണം ഇത് കൊണ്ടുപോയിട്ട് ഇത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്ത് നോക്കുക അല്ലേ ആ കാട്ടാടൊക്കെ അരിഞ്ഞ് നോക്കുക അപ്പോൾ എനിക്ക് പണിയുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ നുള്ളി എടുക്കണം നുള്ളി എടുത്തിട്ട് വേണം നമ്മൾ നടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പം അങ്ങോട്ട് പോവാ അല്ലേ ഈ വണ്ടി അടക്കം കൊണ്ടുപോകല്ലേ ഷേട്ടാ അല്ല അതല്ല നല്ലത് അല്ലെങ്കിൽ നമ്മളിവിടെ ഇറക്കി പിന്നെ ആക്കാൻ നിൽക്കണ്ടല്ലോ വാ ഇനി കൊണ്ടുവരണ്ടാ നമുക്കിത് മതിയില്ലേ ഇതന്നെ അധികാ അപ്പോൾ ഷായിട്ട് വണ്ടി അടക്കം നേരെ പറമ്പിലേക്ക് കൊണ്ടു കേട്ടാ അപ്പോൾ ഇതിൽ നല്ല പണിയുണ്ട് നമുക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ തലടക്കം വലിച്ചിട്ടാണ് നമുക്ക് തന്നിട്ടില്ലേന്ന് അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ആദ്യം തല മാത്രം നുള്ളി നീക്കണം നമ്മൾ ആദ്യം എന്നിട്ട് നടാൻ പറ്റുള്ളൂ തലേ പിന്നെ അവർ കട വലിച്ചപ്പോൾ എങ്ങനെയാണെങ്കിൽ ആ ചേച്ചി കടയൊക്കെ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് സുഖമാണ് ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ നുള്ളി എടുത്താൽ മതി അതായത് സാധാരണ വെറുതെ നിലത്ത് നിൽക്കണ അതേ ഇതിൽ തന്നെ വലിച്ചിട്ട് വെച്ചെന്ന് നോക്കണേ പക്ഷേ ഷായിട്ടത് ഒരു കൂർക്ക തടം എനിക്കിതാ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പുറത്തെ ഷായിട്ടത് അടുത്തത് അവിടെ ആക്കുന്നുണ്ട് 3 തടം നമ്മൾ നടാൻ വിചാരിച്ചിട്ടുണ്ട് ഇതാദ്യം ഇഴുന്നുള്ളട്ടെ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇപ്പോൾ ഒരു കൂർക്ക തല ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരളവിൽ നമ്മൾ നുള്ളിയെടുക്കുന്നേ കണ്ടോ ഇങ്ങനെ കണ്ടോ ഇതേപോലെ നമ്മൾ നുള്ളിയെടുക്കൂട്ടാ പെട്ടെന്ന് ഉള്ളി കഴിയൂട്ടാ വേഗം കുടിച്ചെടുക്കുക അങ്ങനെ നുള്ളാൻ പറ്റില്ലല്ലോ എല്ലായിടത്തും 1 റൗണ്ട് അടിക്കും ഓടി നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ ഒന്ന് ഓടി റൗണ്ട് അടിക്കും പിന്നെ ഓടി വരും ഇതാണ് അവളുടെ പണി അതിനെ കൂർക്കത്തല നുള്ളി കഴിഞ്ഞു ഒരു തരത്തിലേക്കുള്ള നുള്ളിയുണ്ട് ഞാൻ വേഗം നടാ പേളിക്കുട്ടി അവളാണ് മുന്നേ നടാനായിട്ട് നിഷായിട്ട് അടുത്തേക്ക് പോക്കാം പേളിക്കുട്ടിയെ
കൊള്ളട്ടെ രക്ഷമായിട്ട് അവിടെ കളിക്കണില്ലേ? നീ അവിടെ പോയി നിന്നേ. ഇപ്പം നമുക്ക് കൂർക്കത്തല കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തലത കൂടുതൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും കുറവൊരു 5 തലയെങ്കിലും വെക്കണം നമ്മളിങ്ങനെ നടുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ വെറുതെ ഒന്നുമില്ല, വെറുതെ കൈ കൊണ്ട്. ഇപ്പം ഞാനൊരു 4 എന്താ പറയുക 4 വരി നടാവുന്ന രീതിയിലാണ് എനിക്ക് ചേട്ടൻ തടം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് മാന്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണ്ട. പേലിക്കുട്ടിയെ നിനക്ക് നടണോ? പേലിക്കുട്ടിക്ക് നടണോ? നടാൻ പറ്റില്ലല്ലോ അല്ലേ പേലിക്കുട്ടിയെ? പറ്റുന്ന വെച്ചാൽ അവള് നട്ടാൻ തന്നെ എനിക്ക്. ഞാനും കൂടി നടാം. എൻ്റെ അവിടുത്തെ ഒരു വിധം കഴിഞ്ഞു. ചേട്ടന് മനസ്സിലായിന്നല്ല കേട്ടാ. ഇതെന്തേലും 3 തടം നട്ടു വരുമ്പോൾ കുറേ സമയം പിടിക്കേ. അപ്പോൾ ചേട്ടൻ വേഗം പാവ വറുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് പോന്നു. നുള്ളണ്ട കാരണമാണ് ഇങ്ങനെ. നുള്ളിയിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ ഞാൻ തന്നെയാകുമ്പോൾ കഴിയില്ല. വേളിക്കുട്ടിക്കില്ല ചേട്ടാ നടന്ന് വയ്യാണ്ടേ. അവൾക്ക് എടുപ്പായി. നമ്മുടെ കൂടെ പറമ്പിൽ വന്നാലേ പേളിക്കുട്ടിക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. ഇവര് പെട്ടെന്നൊന്നും പറമ്പിൽ പോണ ആൾക്കാരല്ല. അപ്പൊ പിന്നെ ഞാനിവിടെ കിടന്നൊരു ഉറക്കം കൂടി കഴിക്കാം. ക്ഷീണിച്ചാ അതെ കണ്ണടഞ്ഞു പോയി. അതെ സ്മിത ഇതാക്കിയെന്നോ? ഞാൻ പെട്ടെന്നാക്കാം. ഞാൻ നുള്ളി തരാന്നല്ലേ? എന്നാലും സ്പീഡിൽ നിനക്ക് നുള്ളാൻ പറ്റാ. ഇത് ഞാൻ ചായട്ടു. ഞാൻ അവിടുന്ന് കുറച്ച് എടുക്കട്ടെ. അപ്പൊ പോയിട്ട് ചേട്ടാ പേളിക്കുട്ടി എനിക്ക് വരണ്ട. ഞാൻ ഫോണില്ലാണ്ട് ഇവിടെ കിടന്നു. അത് എടുക്കാനാ പോണേ. നീ അവിടെ കിടന്നോട്ടാ. ഫോണില്ലാട്ടാ. ഫോണില്ലേ കിടന്നോ. കിടന്നുടി പേളിക്കുട്ടി കണ്ട അവളെ എനിക്ക് പോന്നു. ഫോണില്ല. സമാധാനം ഇല്ലല്ലേ പേളിക്കുട്ടി നിനക്ക്? ഞാൻ പോവാന്ന് വെച്ചിട്ട് അവളെ എണീറ്റ് എൻ്റെ പിന്നാലെ ഷായിട്ടാ. തീരെ ധൈര്യമില്ലേ പേളിക്കുട്ടിക്ക്. ഞാൻ എങ്ങടെയും പോകുമ്പോഴേക്ക് പിന്നാലെ കൂടെ അവള് വീണ്ടും ഇങ്ങോട്ട് പോന്നു. ഉറങ്ങായിരുന്നു. ഉറങ്ങിയാൽ മതിയായിരുന്നു പേളിക്കുട്ടിയുടെ. അച്ചടാ കൂർക്കതല ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അവിടെ ഉണ്ടല്ലേ? ചന്ദ്രികേച്ചി അപ്പൊ കൊറേ നട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് ചന്ദ്രികേച്ചി കാലിന് വയ്യാന്നാ പറഞ്ഞേ. വീണിട്ട് ഒരു തണ്ടൽ വേദന. അയ്യോ വീഴുന്നു. മനസ്സിലേച്ചി എന്താ പറയണു? മനസ്സിലേച്ചി അവിടെ ഉണ്ട്. ചന്ദ്രികേച്ചി മനസ്സിലേച്ചിക്ക് നമ്മുടെ പഴയ വീട്ടുകാരാണ്. അമ്മയുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ അവിടെ നിറച്ച് നായകളല്ലേ. ഇവരെ പേടിച്ചിട്ട് പേളിക്കുട്ടിയാണെങ്കിലോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടായി. പിന്നെ അവിടെ ആര് വരെയും പെട്ടെന്ന് കുറച്ച് ഓടിച്ചല്ലേ. അപ്പോൾ ഇന്നാളെ ചന്ദ്രികേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നെ പടിയിൽ അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തേ. എന്നിട്ടാണ് ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് കൂർക്കതലയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ചന്ദ്രികേച്ചി പറയാ ഇവരൊക്കെ കൂട്ടിലിട്ടിട്ട് എനിക്ക് പേടിയാണ് ഇങ്ങോട്ട് വരാൻ. ആള് ഒന്നും ചെയ്യില്ല എന്ന് പറയില്ല. അവർക്ക് പേടി ഉണ്ടാവുമല്ലോ ലേശായിട്ടാ. നമുക്ക് വരുമ്പോഴേ
കഴിഞ്ഞെടുത്തോ കഴിഞ്ഞത് കടി അതെ അതെ കഴിഞ്ഞല്ലേ കഴിഞ്ഞു ഷായട്ടിനും കൂടി വന്ന കാരണം കേട്ടോ ഇതൊന്ന് കഴിഞ്ഞത്. അപ്പോൾ കൂർക്കത്തല നടല് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂർക്കത്തല ബാക്കിയുണ്ട്. പക്ഷെ ഇന്ന് നടാൻ ശരിയാവില്ലല്ലോ ഷായിട്ടാ. ഒരു മഴക്കാരനെ പിന്നെ തടമൊക്കെ എടുത്തിട്ട് വേണം പിന്നെ നടണമെങ്കിൽ. അപ്പം അത് കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. ഞാനാണെങ്കിൽ കുറച്ച് പുല്ലൊക്കെ വലിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടക്കില്ല. അപ്പോൾ പോവാം. പേളിക്കുട്ടി പോവാ. അവളെന്നെ സമ്മതിക്കേണ്ടത്. അവളാണ് ഇപ്പൊ താരം. പിന്നാള് നടന്നിട്ട് ഇതൊക്കെ വരണ്ട അല്ലേ. അടിപൊളി കുട്ടി ബാക്കിയെങ്കിലും കുഴപ്പമില്ല. വാടില്ല ഈ മഴ കാരണം. വാടി വന്നെ ഞാൻ ഒരു കാര്യം കൂടി കാട്ടിയരാട്ടാ. ഇത് നമ്മുടെ പേൽക്കുട്ടിയുടെ പണിയാട്ടാ. ഇതേ ഓരോന്ന് വലിച്ചു കൊണ്ടിട്ടിട്ടുള്ളത്. ഇത് കണ്ട നമ്മുടെ കപ്പലണ്ടിയത്. ഇതേ നമ്മൾ മുന്നേ കപ്പലണ്ടി നട്ടിട്ടേ അതിൻ്റെ മണികൾ വീണിട്ട് അങ്ങനെ മുളച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് അവിടെ നിന്നോട്ടെ ഉണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മഴ ഇങ്ങനെ പെയ്യണ കാരണം കണ്ട എല്ലാം ചീഞ്ഞ് പോയി നോക്കുകയാണ്. നോക്കിയ മണികളുണ്ട് അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ ഷായിട്ട് കൂർക്കത്തല നടേണ്ട ആ ഒരു തടത്തിലാണ് നടാന്ന് വെച്ചിട്ടേ വലിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അതിൽ കൂർക്കത്തല നമുക്ക് നടാലോ എന്ന് വെച്ചിട്ട് വലിച്ചിട്ടാ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അത് ചീഞ്ഞ് പോയി. നമുക്ക് പേടിക്കുട്ടി ഇവിടെ ഓടി അവിടെ കിടന്നു. ഞാൻ മിനിറ്റ് നേരം കൊണ്ട് ഇവിടെ പറയുമ്പോഴേക്ക് വാ പോവാ വാ. നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 വീഡിയോ ആയിട്ട് എനിക്ക് ഹായ് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ട്. അതിൽ കുറച്ച് പേരെ ഞാൻ ഇന്ന് പറയും. ബാക്കിയുള്ളവരെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് പറയൂ കേട്ടോ. റീന ജോണിയുടെ മകൻ അജിമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആഗസ്റ്റ് 13. നമുക്കന്ന് വിഷയം പറ്റിയില്ല. കുറച്ച് വൈകിട്ടായാലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ അജിമോൻ. അഭിനവ് കൃഷ്ണ ഹായ് അഭിനവ്. ഭാവന കൃഷ്ണ ഹായ് ഭാവന. ആസിയ ഹായ് ആസിയ. റഫീഖ് ബീരാൻ ഹായ് റഫീഖ്. രശ്മി ഹായ് രശ്മി ചേച്ചി. ലളിത ശശി ഹായ് ലളിത ചേച്ചി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണസദ്യ വെച്ചപ്പോൾ ഞാനതിൽ ഗോതമ്പ് പായസം ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് നാളികേരം ചെരുക്കണം, പാലെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് സേമിയ പായസം ഉണ്ടാക്കാൻ നമുക്ക് കണ്ണടച്ച് തുറക്കണ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പശുമ്പാലാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതാ തീ കത്തിച്ച് നമ്മൾ ഉരുളി അടുപ്പത്ത് തരാം കേട്ടോ. നമ്മളിതാ ഉരുളി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഉരുളി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമുക്കൊരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നെയ്യൊക്കെ ഇതാ ഉരുക്കി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ കുറച്ച് കശുവണ്ടി പരിപ്പാണ് ഇതാ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളിതാ ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി ഇതാ ഒന്ന് വീർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഉണക്കമുന്തിരിക്ക് ഇതാ ഇതേപോലെ വീർത്ത് തുടങ്ങി. അപ്പോൾ നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേ നെയ്യിൽ തന്നെ നമുക്കുണ്ടല്ലോ സേമിയ വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് സേമിയ മേടിക്കുമ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയയും കിട്ടും, റോസ്റ്റ് ചെയ്യാത്ത സേമിയയും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയത് റോസ്റ്റ് ചെയ്ത സേമിയാണ്. എങ്കിലും നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നെയ്യിലൊന്ന് ഇത് റോസ്റ്റിൻ്റെ കാരണം കുറേ സമയം ഇടണ്ട. ഒന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്ക്. സേമിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള സേമിയ
250 ഗ്രാമാണ്. അപ്പോൾ 250 ഗ്രാം സേമിയയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പാൽ എന്ന് പറയുന്നത് 1 ലിറ്റർ പശുമ്പാലും അര ലിറ്റർ പച്ചവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ പാലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാൽ ഒഴിച്ചു. കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പച്ചവെള്ളം കൂടി ഞാനിതാ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ, ഇതിൽ പാട കെട്ടാൻ പാടില്ല നമ്മുടെ ഈ പാലിൽ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പാലെന്ന് പറയുന്നത് തിളപ്പിച്ചിട്ടുള്ള പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നേരിട്ട് നമുക്ക് പച്ചപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല പാലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് നെയ്യിലേക്ക് ഒഴിക്കുമ്പോഴേ പിരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നല്ല തിളപ്പിച്ച നല്ല പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിച്ചിതാ തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. കണ്ടോ, ഇതേപോലെ തിള തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള സേമിയ എന്ന് പറയുന്നത് 1 കപ്പായിരുന്നു. അതേ സെയിം അളവിലാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കണേ. പിന്നെ മധുരയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പായസത്തിൽ ചെറുതായിട്ടൊരു കറുത്ത കുത്തു പോലെ കാണുന്നുണ്ടാവും. അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്ത് അതേ നെയ്യിലല്ലേ ഇത് വറുത്തത്. അപ്പോൾ അതിൻ്റെ ചെറിയ പൊടിയുടെ ആ ഒരു കളറാണ് കേട്ടോ ആ കറുപ്പ് കളറിൽ കാണുന്നത്. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വീണ്ടും തള തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തു. ഒപ്പം തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ നെയ്യൊക്കെയും എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം നമ്മുടെ പശുമ്പാലാണ്. പാട കെട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് വായിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് പശുമ്പാൽ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇളക്കണയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. പാൽ ഒഴിച്ചിട്ട് വീണ്ടും ഇതേപോലെ തിളച്ച് വന്ന് തുടങ്ങി. അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് കയ്യിൽ മാറ്റിയിട്ട് ഇനി ചട്ടക എടുക്കട്ടെ. വീണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നോക്കി നമ്മുടെ ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച് ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു അളവിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കതിലേക്ക് ഏലക്കായപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണേ. 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിക്കൊന്ന് എല്ലായിടത്തേക്കും ആവേണ്ട പോലെ ഏലക്കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ ഇറക്കണം കേട്ടോ. എന്താണെങ്കിൽ ഇത് ഇരുന്ന് വീണ്ടും ചൂടാറി വരുമ്പോൾ കട്ടയാവും. അപ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുദ്രയും അതേപോലെ കശുവണ്ടി പരിപ്പുണ്ടല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ചട്ട ഒന്നും കൂടെ ഇറക്കി വയ്ക്കട്ടെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ നമുക്ക് ഓണക്കല്ല വരുന്നേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ സേമിയ പായസം റെഡി. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്. എന്നാലും ഞാൻ ഒഴിച്ചപ്പോൾ ക്ലാസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒഴിച്ചതാ ഷായിട്ടോ. പായസം ഇഷ്ടമാണ്. ഊത് നമ്മളിതേപോലെ ആക്കി വരുമ്പോൾ നമ്മുടെ സേമിയയുടെ വേവൊക്കെ റെഡിയാണ് കേട്ടോ. കൂടുതൽ സേമിയ വെന്താലും രസം ഉണ്ടാവില്ല. ചൂടുണ്ട്. അടിപൊളിയൊന്നുമില്ല. അപ്പോൾ ഈ ഓണത്തിന് നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമായിട്ടത്. ആകെ നിസ്സാര സമയം ശരിക്കും. അത്ര രുചിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ മാതിരി എന്നാ ശരിക്കും. അപ്പോൾ എല്ലാവരും ഓണത്തിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് കേട്ടത്. അപ്പോൾ നിർത്തല്ലേ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയ്ക്ക്.